Hey guys, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരമായി കുഞ്ഞപ്പനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവാണ് കേട്ടോ. അവന് സർപ്രൈസ് ആണ്, കാരണം ഓട്ടോയ്ക്ക് ഇപ്പോൾ കൊണ്ടാക്കുന്നില്ല കേട്ടോ. രാവിലെ ചേട്ടനാണ് കൊണ്ടാക്കുന്നത്, വൈകുന്നേരം ചേട്ടൻ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇന്ന് ഞാനും ചേട്ടൻ്റെ കൂടെ കയറി പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട്, രണ്ടുപേരും ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ബൈക്കിലാണ് കേട്ടോ കുഞ്ഞപ്പനെ വിളിക്കാൻ പോണത്. അപ്പോൾ കുഞ്ഞപ്പന് സർപ്രൈസ് ആയിരിക്കും, അവൻ വിചാരിക്കില്ല ഞാനും കൂടെ ചെല്ലുമെന്നേ. അപ്പോൾ നമുക്ക് സ്കൂളിലെത്തിയിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഗായ്സ്, അങ്ങനെ കുഞ്ഞപ്പൻ്റെ സ്കൂൾ എത്താറായിട്ടുണ്ട്. ഒരുപാട് വണ്ടിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ, ഓട്ടോയും കാറും ബൈക്കും ഒക്കെ. പാരൻസും എല്ലാവരും വിളിക്കാൻ വരുന്നവരായിരിക്കും. ഇതാണ് കുഞ്ഞപ്പൻ്റെ സ്കൂള്. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞാണ് കേട്ടോ. ഞാൻ വരുന്നത് ജനലിൽ കൂടി കണ്ടിട്ട് അപ്പം തന്നെ ബാഗ് എടുത്തുകൊണ്ട് ആള് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ബസ്സിനും ഓട്ടോയ്ക്കൊക്കെ പോകുന്ന കുട്ടികൾ പോയി തീർന്നു. കുഞ്ഞപ്പോയ് സുന്ദര എന്നെ കൊണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഓടി അമ്മയെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുമെന്നു. അവൻ എന്താ ചെയ്തതെന്ന് ആ ബാഗ് കൊണ്ടുപോയി സീസോയിൽ തൂക്കിയിട്ടിട്ട് നേരെ സ്ലൈഡിൽ കളിക്കാൻ പോയി. ക്ലാസ് ടൈമിൽ ഇവരെ പിള്ളേരെ കൊണ്ട് കളിപ്പിക്കൊന്നുമില്ലല്ലോ. കുഞ്ഞപ്പൻ്റെ ക്ലാസ്സിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഈ ഉപകരണങ്ങളൊക്കെ. അപ്പോൾ ഇവൻ എങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ സഹിച്ച് പിടിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ജനലിൽ കൂടി നോക്കിയാൽ ഈ സംഭവങ്ങളൊക്കെ പുറത്ത് കാണാം. അപ്പോൾ അതേ കൂട്ടുകാരനെ ഒന്ന് ആട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ബാഗ് മറ്റേ സീസോയിൽ നിന്ന് ബാഗ് എടുക്കാൻ കുറേ പാടുപെട്ടേ, അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയി. എന്നിട്ട് കൂട്ടുകാരനെ രണ്ട് ആട്ടാട്ടിയൊക്കെ കൊടുത്തിട്ട് നേരെ റോട്ടിലേക്ക് അച്ഛ അവിടെ കാത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ വന്നു. വണ്ടി 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 സൂക്ഷിച്ച് നടക്കും, സൂക്ഷിച്ച്. അപ്പോഴാണ് ഞാനൊരു കാഴ്ച കാണുന്നത്. ചേട്ടനും അനിയത്തിയാണെന്ന് തോന്നുന്നു. ആ കുഞ്ഞുമോളുടെ കയ്യിൽ നിന്ന് ആ ബാഗ് ഊരി വാങ്ങിച്ചവൻ സൈക്കിളെ തൂക്കിയിട്ടത് ശ്രദ്ധിച്ചില്ലേ? അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. കുഞ്ഞു പിള്ളേർ ആ ഒരു ചേട്ടൻ എന്നുള്ള ഒരു കെയറിങ്. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പന് വാട്ടർമെലൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള ബേക്കറിയിലേക്ക് പോയതാണ്. അവിടെ കുറേ ചായ പലഹാരം കടികളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല. വാട്ടർമെലൺ മാത്രം വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഷൂ ഒക്കെ ഊരി മാറ്റിയിട്ട് സൈഡിൽ വെച്ചിട്ട് ആ തണ്ണിമത്തനെടുത്ത് തൂക്കി കളിക്കായിരുന്നേ. നേരെ ഞാൻ ഡ്രസ്സൊക്കെ മാറാൻ കൊണ്ടുപോയി. അപ്പോൾ അവൻ നിന്ന് വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ. സ്കൂളിലെ നാളെ സിനിമ കാണിക്കും അമ്മേ, പുഷ്പ 2 കാണിക്കും സ്കൂളിൽ. സിനിമ എന്ന് വെച്ചാൽ മറ്റേ 3D ഷോ ഉണ്ടല്ലോ, നമ്മുടെ എർത്തും സണ്ണും മൂണും പിന്നെ ഡിനോസറും മറ്റേ 3D കണ്ണടയൊക്കെ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണത്. അത് കാണിക്കും. അതിനാണ് ഇവൻ ഈ പറയണത് സിനിമ കാണിക്കും പുഷ്പ 2 കാണിക്കും എന്നൊക്കെ. അത് എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഫീസൊക്കെ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികളെ ഇത് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അതേ ഞാൻ അവനെ മേല് കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ ചേട്ടൻ ആ തണ്ണിമത്തനെ എടുത്ത് മുറിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേല് കഴിയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് അച്ചായി ആ ഒരു നഗ്ന സത്യം പറയുന്നത്. ശരിക്കും പഴുത്തിട്ടില്ലാന്നേ, നല്ല മധുരമില്ല, ചെറിയ മധുരമേ ഉള്ളൂ, വെറുതെ ആയിപ്പോയി. ചില സമയത്ത് അങ്ങനെയാണ്, ചില സമയത്ത് നല്ല അടിപൊളി മധുരത്തിൽ അടിപൊളിയൊക്കെ കിട്ടും. ഈ ഫ്രൂട്ട്സിൻ്റെ കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആപ്പിളാണെങ്കിൽ മുറിച്ചാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കേടുണ്ടാകും, എല്ലാത്തിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. ചില സമയത്ത് കിട്ടുന്നതൊക്കെ നല്ലതായിരിക്കും. എന്നാലും വലിയ കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ പൈസ കൊടുത്ത് മേടിച്ചതല്ലേ. പിന്നെ ഞാൻ കുഞ്ഞപ്പൻ്റെ ബാഗ് തുറന്ന് അവൻ്റെ ബുക്കൊക്കെ നോക്കി, എന്തൊക്കെ പഠിപ്പിച്ചു, ടീച്ചർമാർ ഹോംവർക്ക് ചെയ്തതൊക്കെ ശരിയിട്ട് കൊടുത്തിട്ടുണ്ടോ, സ്റ്റാർ കൊടുത്തിട്ടുണ്ടോ, നാളത്തെ ഹോംവർക്ക് എന്താണ്, എല്ലാ അമ്മമാരെ പോലെ തന്നെ അതൊക്കെ എടുത്ത് നോക്കി. ടിഫിൻ മൊത്തം കഴിച്ചിട്ടുണ്ട്, ചോറ് ഇച്ചിരി ബാക്കിയുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അവനും കൂടി ടെറസിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. കുഞ്ഞപ്പം മേലൊക്കെ കഴുകി വേറെ ഉടുപ്പൊക്കെ ഇട്ടു. ഞാൻ അവൻ്റെ യൂണിഫോം അപ്പം തന്നെ ഊരി കഴുകി. ഭയങ്കര വിയർപ്പാണ് കുഞ്ഞപ്പന്. നമ്മളിപ്പോൾ മേല് കഴുകി ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ വിയർത്ത് കുളിച്ചിരിക്കും കേട്ടോ. കുഞ്ഞിലെ പോലെ അങ്ങനെയാണ്, ഭയങ്കര വിയർപ്പാണ്. അതിനനുസരിച്ച് ഒരുപാട് വെള്ളവും കുടിക്കും. ഗപ്പിക്കുഞ്ഞുങ്ങളെ ചേട്ടൻ വളർത്തുന്നതാണ്. ടെറസിൻ്റെ മുകളിൽ കുറച്ച് ചെടികളും ഉണ്ട്, ഗപ്പിക്കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ സൈക്കിളും അവൻ്റെ ജീപ്പും ഒക്കെ ടെറസിൻ്റെ മുകളിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആകുമ്പോൾ കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടും, ഞാനും ചേട്ടനും ഉള്ളപ്പോൾ മാത്രമേ അത് എടുക്കാനോ ഓടിക്കാനോ ഒക്കെ സമ്മതിക്കുള്ളൂ കേട്ടോ. കുറച്ച് തുണി ഉണ്ടായിരുന്നു, ഞാനത് മെഷീനിൽ ഇട്ടിട്ടാണ് കുഞ്ഞപ്പനെ വിളിക്കാനൊക്കെ പോയത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ അത് കഴുകി ഉണങ്ങി കിടപ്പുണ്ട്. അമ്മ എനിക്ക് ഇതൊക്കെ മാറ്റി തന്നെ, എനിക്കിത് ഓടിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് ബഹളമായി. പിന്നെ ഞാൻ അവിടെ കിടന്ന സൈക്കിളും ബാക്കി സാധനമൊക്കെ എടുത്ത് മാറ്റി വെച്ച് കൊടുത്തേ. അത് കഴിഞ്ഞ് അവൻ്റെ യൂണിഫോം പോയി വിരിച്ചിട്ടു. അത് കഴിഞ്ഞപ്പോൾ അതേ മെഷീനിൽ കഴുകിയതൊക്കെ എടുത്തുകൊണ്ട് വന്ന്. അപ്പോൾ ചേട്ടനും വന്നു, ചേട്ടനും സഹായിച്ചു, എല്ലാം ഞങ്ങൾ അങ്ങനെ വിരിച്ചിട്ടു. സാധാരണ ഇതുപോലെ ഞങ്ങൾ തുണി വിരിക്കുമ്പോൾ കുഞ്ഞപ്പന് വാശിയാണ്, അവനും കൂടി വിരിക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് ആ കസേരയുടെ മുകളിൽ കയറി നിന്നിട്ട് ഞങ്ങളെ കൊണ്ട് ആ അഴ താഴത്തേക്ക് ഇങ്ങനെ ആക്കിക്കും. എന്നിട്ട് അവൻ ഇങ്ങനെ എത്തി വലിഞ്ഞ് തുണിയിടും, അത് നേരെ താഴെ വീഴും, പൊടിയാകും. ഞാൻ പിന്നെയും കൊണ്ടുപോയി കഴുകിയിടേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ജീപ്പി കളിച്ച് നടന്നുകൊണ്ട് ഇന്ന് അമ്മയെ ഞാൻ വിരിക്കാമെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ അത് അച്ഛനെ സഹായിക്കുകയാണ് വാഷിംഗ് മെഷീൻ മൂടിയിടാൻ വേണ്ടിയേ. അപ്പോൾ അത് ടെറസിൻ്റെ മുകളിൽ വെച്ചേക്കും. അപ്പോൾ അച്ഛനോടും മോനോടും ഞാനൊരു ലിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുറച്ച് ദൂരം എന്നെ ബൈക്കിൽ കൊണ്ടുപോകും, എന്നിട്ട് നടക്കാറാവുമ്പോൾ എന്നെ ഇറക്കി വിടും. ഇവർ രണ്ടുപേരും കൂടി അങ്ങേ അറ്റത്ത് പോയി നിന്നോളാന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വരെ ഞാൻ നടന്നു ചെല്ലണം. 2-3 ദിവസമായിട്ട് തുടങ്ങിയൊരു ശീലമാണ് ഗേസ്, നടക്കാൻ പോലും. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ നടക്കാൻ ഇറങ്ങും.
നമ്മുടെ വീടിന് തൊട്ടടുത്ത ചങ്ങരം വെറ്റ്ലാൻഡ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ പോയി എടുക്കാറുണ്ട് കേട്ടോ. ഒരുപാട് ദേശാടന പക്ഷികൾ വരുന്ന സ്ഥലമാണ്. എന്ത് ഭംഗിയാണെന്നോ കാണാൻ. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ ഇത് അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ചങ്ങരം വെറ്റ്ലാൻഡ്സ് എന്ന് പറയും. നമ്മുടെ വീടിന് തൊട്ടപ്പുറത്താണ്. അപ്പോൾ അതേ കുഞ്ഞെ, നിന്റെ ബാഗുണ്ട്. കുഞ്ഞപ്പന് കുറച്ച് പരിപാടിയുണ്ട്. ബാഗും ബുക്കും സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുക. എല്ലാ ദിവസവും വീട്ടിൽ ഇരുന്ന് തന്നെ ഹോംവർക്ക് ചെയ്യുന്നത് എന്ത് ബോറാണ്. ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി പഠിക്കുകയും ഹോംവർക്കൊക്കെ ചെയ്യുമ്പോൾ പിള്ളേർക്ക് ഒരു പുതിയൊരു റിഫ്രഷിങ് അല്ലേ. കുഞ്ഞപ്പാ, സുന്ദരപ്പാ. അപ്പൊ ഗൈസ്, അച്ഛനും മോനും ഞാനുമായിട്ട് ചലഞ്ച് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് എന്തോരം ഉണ്ടെന്നറിയാമോ? അറ്റം വരെ പാടമാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണിത്. കണ്ടില്ലേ, ഈ വശത്തും പാടമാണ്, അപ്പുറത്തെ വശത്തും പാടമാണ്. മൊത്തം അടിപൊളിയാണ് കേട്ടോ. എന്തൊരു കാറ്റാണെന്നറിയാമോ? നീണ്ടു നിവർന്ന് കിടക്കുവാണ് റോഡ്. നമ്മൾ കയ്യും വീശി അങ്ങോട്ട് നടന്ന അടിപൊളിയാണ്. ഇവിടെ ഒരുപാട് പേര് നടക്കാൻ വരുന്നതാണ് കേട്ടോ. കുഞ്ഞപ്പോയ്, അമ്മ നടന്നു തുടങ്ങിക്കോട്ടെ. അച്ഛനും മോനും മടിയാണ് നടക്കാൻ. പിന്നെ കുഞ്ഞപ്പന് അത്രയും ദൂരം നടക്കാൻ പറ്റില്ല, അവൻ കുഞ്ഞല്ലേ. ഗൈസ്, അപ്പൊ എന്റെ ഹെൽമെറ്റ് ഒരു കുഞ്ഞപ്പന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ അമ്മയുടെ ഹെൽമെറ്റ് വെച്ചോ. അമ്മക്ക് ഹെൽമെറ്റും വെച്ചോണ്ട് അമ്മ എങ്ങനെ നടക്കും? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സൂപ്പർ. അങ്ങനെ എനിക്ക് ടാറ്റാ ബൈ ബൈ ഒക്കെ തന്ന അച്ഛനും മോനും കൂടി പറപ്പിച്ച് പോയി കേട്ടോ. ഇനി ഞാൻ എത്തുന്നതിന് മുമ്പേ അവിടെ പോയി നിൽക്കാനാണ്. കുറേ ദൂരമുണ്ട് കേട്ടോ നടക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ വെച്ച് പിടിച്ച് നടക്കാൻ തുടങ്ങി. കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് ടാങ്ക് മതിയമ്മേ, കുടിവെള്ളം വേണ്ട, ടാങ്ക് കലക്കി തരുമെന്ന്. അങ്ങനെ മാംഗോയുടെ ടാങ്ക് ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ കലക്കി. അതാണ് കേട്ടോ ആ കുപ്പിയിൽ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും ഒക്കെ. വീട്ടിൽ നിന്നൊന്നും മാറി നിൽക്കുകയല്ലേ. അപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതേ കുപ്പിയൊക്കെ തുറന്ന് വെള്ളം കുടിച്ച് ബിസ്ക്കറ്റൊക്കെ തിന്ന ആളിരിക്കുകയാണ് കേട്ടോ. വഴി വെച്ച് ഞാൻ നടന്നു വരുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. ഒരു അച്ഛനും അമ്മയും 2 കുഞ്ഞുങ്ങളുമാണ്. അപ്പോൾ കുഞ്ഞപ്പൻ എന്ത് ചെയ്യും, കുഞ്ഞപ്പൻ്റെ അച്ഛൻ എന്ത് ചെയ്യും, എല്ലാം വിശേഷമൊക്കെ തിരക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരെ വിട്ടോ, കുഞ്ഞപ്പനും അച്ഛനും അവിടെ കാണുമെന്ന്. അവരാണ് കേട്ടോ ഇവർ. അപ്പോൾ അവരെന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് നേരെ കുഞ്ഞപ്പനെ കണ്ടത്. ഞാൻ അപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ. ഞാൻ നടന്നൊരു പരിവായി. കുഞ്ഞപ്പനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മ എത്താറായോ എന്ന് റോട്ടിൽ വന്ന് എത്തിവലിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ദൂരേന്ന് വരുന്നേ ഉള്ളൂ. അവൻ എന്നെ ദൂരേന്ന് ചെറിയൊരു പൊട്ടുപോലെ കണ്ടിട്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു കേട്ടോ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി. ചെറുതായിട്ടൊന്ന് വരുന്ന വഴി വീണു. പിന്നെ ഞാൻ ഓടി അവൻ്റെ അടുത്തെത്തി. പിന്നെ അവനെ എണീപ്പിച്ച് കാലൊക്കെ കുടഞ്ഞ് റെഡിയാക്കി അവിടെ നിർത്തിയിട്ട് ഇവിടം വരെ ഓടി വന്നു കേട്ടോ. ഞാൻ പറഞ്ഞു, നീ പയ്യെ നടന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പയ്യെ വരുന്നുണ്ട് ആശാൻ. അവിടെ വീണതിൻ്റെ ഒരു ഇതിലാണ്. പക്ഷെ അതൊന്നും വിഷയമല്ല. അങ്ങനെ അതേ എൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ചത്ത്. അയ്യോ, ഞാൻ ഇന്നലത്തെക്കാളും നല്ല സ്റ്റാമിന ഉണ്ടായിരുന്നു ഓടിയോ. നിങ്ങൾക്ക് കുറേ നേരം എനിക്ക് ഓടാൻ പറ്റി. ആദ്യമൊക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഓടാൻ തുടങ്ങിയപ്പോൾ കുറേ ഓടാൻ പറ്റില്ല, പെട്ടെന്ന് കഥക്കും. ഇപ്പൊ കുറേ അയ്യോ, ഇവിടെ പച്ച പറഞ്ഞില്ല അതി ഓടണമെന്നും. എന്താണ് ഓടി വീണത്? അമ്മ പറഞ്ഞില്ല, ഈ ചെരുപ്പിട്ടാ ഓടിയാ വീണു. ചെറുതായിട്ട് ചോര പൊടിഞ്ഞ് കേട്ടാ കുഞ്ഞപ്പൻ്റെ കയ്യിൽ. ആ ചെരുപ്പ് ഡേഞ്ചറാണ്, അതിട്ടുണ്ട് അവനെ ഓടാൻ പറ്റത്തൊന്നുമില്ല. അങ്ങനെ ദേ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കലക്കിയത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എണീറ്റിരുന്ന് കുറച്ച് വെള്ളം കുടിച്ചു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കൾ അങ്ങോട്ട് പോയതല്ലേ, അവർ തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ അവരുമായിട്ട് കുറച്ച് നേരമൊക്കെ കളിച്ചു. കുഞ്ഞപ്പം ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊടുത്തു. കുഞ്ഞു പിള്ളേരാണേ, ഒരാൾ അംഗനവാടിയിലും ഒരാൾക്ക് 2 വയസ്സേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പിന് ഹോംവർക്കൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഹിന്ദി തുടങ്ങിയിട്ടുണ്ട് ലെറ്റേഴ്സ്, അതുപോലെ കേഴ്സി ലെറ്റർ, റണ്ണിങ് ലെറ്റർ ഇല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് കൈപിടിപ്പിച്ച് എഴുതിപ്പിച്ചു. പിന്നെ അവൻ തനിയെ അങ്ങോട്ട് എഴുതി കേട്ടോ. ബാക്കിയെല്ലാം ഫാസ്റ്റിൽ എഴുതും. ഈ ഹിന്ദിയും കേഴ്സി ലെറ്ററൊക്കെ പുതിയതായിട്ട് തുടങ്ങിയതാണ് അവർക്ക്. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ആശ്വാസമായി. തൊട്ട് എൻ്റെ ദൈവം, എൻ്റെ കാല്. ഇനി തൊട്ട് 10 ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് ഹോംവർക്ക് ഉള്ളതെന്ന്. നമ്മളെപ്പോഴും വീടിനകത്ത് മുറിയിൽ അടച്ചിട്ടിരുത്തിയല്ലേ ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി ഇതുപോലെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അവന് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഗൈസ്, കുഞ്ഞപ്പൻ ഇവിടെ ഇരുന്ന് തിന്ന ബിസ്ക്കറ്റിന്റെ കവറാണ് കേട്ടോ. ഇത് നമ്മൾ ബാഗിലോട്ട് ആക്കിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോവാണ്. ഒരുപാട് ദേശാടന പക്ഷികൾ വരുന്നത്, ഏതൊക്കെ രാജ്യത്തു നിന്നാണെന്നറിയാമോ വരുന്നത്? അത്രയധികം ദേശാടന പക്ഷികൾ വരുന്ന ഒരു സ്ഥലമാണ്. കൊക്കുണ്ട്. കുഞ്ഞപ്പൻ എന്തൊക്കെ വരുമെന്ന് പറയണേ. അത്ര അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഈ ചങ്ങരം വെറ്റ്ലാൻഡ്സ്. ഫോട്ടോഷൂട്ടിനും അതിനും ഇതിനും വൈകുന്നേരം നടക്കാനും കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മുടെ ഈ സ്ഥലം ആർക്കും അധികം അറിയില്ലായിരുന്നു. നമ്മുടെ ഈ പ്രദേശത്തുള്ളവർക്ക് അല്ലാണ്ട് പുറത്തുനിന്നുള്ളവർക്കൊന്നും നമ്മുടെ ഈ സ്ഥലത്തെ പറ്റി അറിയില്ലായിരുന്നു. പിന്നെ ഓരോ റീൽസിലൂടെയും നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ പുറത്തുനിന്ന് വന്ന ഓരോരുത്തർ വീഡിയോസൊക്കെ എടുത്താണ് പിന്നെ എല്ലാവരും ഇത് അറിയാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ആളുകൾ
വരുന്നത് ഇങ്ങോട്ട് കൂടുതലാണ്. നല്ല കാര്യം, ആൾ വരട്ടെ, ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ പോലെ ആകുന്നത് നല്ല കാര്യം. ഇവിടെയുള്ള ആൾക്കാർക്ക് കച്ചവടമൊക്കെ നടക്കും, കാര്യങ്ങളെല്ലാം ഓക്കെ. പക്ഷെ വേസ്റ്റും പ്ലാസ്റ്റിക്കും ഇവിടെ ഇടരുത്, ദൈവത്തെ ഓർത്ത്. അല്ലെങ്കിൽ തന്നെ ഇപ്പം തന്നെ കുറച്ച് പ്ലാസ്റ്റിക്കും വേസ്റ്റൊക്കെ കൂടി വരുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ നശിപ്പിക്കാതിരിക്കുക, അതൊരു അപേക്ഷയാണ് ഗൈസ്. നോക്കിക്കേ എന്താ ഭംഗിയെന്നറിയാവോ. നമ്മൾ ഈ ബീച്ചിൽ നിന്നൊക്കെ കാണൂലേ, അതിനേക്കാളും ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സൂര്യൻ്റെ ആ ഒരു വെളിച്ചം ഉണ്ടല്ലോ, നേരെ പാടത്തേക്കാണ് വന്ന് പതിക്കുന്നത്. അപ്പം ഇങ്ങനെ എന്താ പറയാ, ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഒരുപാട് തെങ്ങുകൾ, മരങ്ങൾ, സൂര്യൻ, അതിൻ്റെ വെളിച്ചം പാടത്തേക്ക്, എന്താ വൈബ്. സത്യം പറഞ്ഞാൽ ദൂരോട്ട് എങ്ങോട്ടും പോകണ്ട, നമ്മുടെ വീടിനടുത്ത് തന്നെ എത്ര കണ്ടാലും മതി വരാത്ത ഒരുപാട് കാഴ്ചകളുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും നടക്കാൻ പോവാണേ. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ കുഞ്ഞപ്പനോട് അച്ഛൻ്റെ കൂടെ ബൈക്കിൽ കയറി പൊക്കോ, അമ്മ നടന്നു വന്നോളാന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല കേട്ടോ. ഞാനും അമ്മയുടെ കൂടെ നടന്നോളാന്ന് എത്ര പറഞ്ഞിട്ടും കേട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ എന്നാ വാന്ന്. എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൻ എന്താ പറയുക, ഒരു കുഴപ്പമില്ലാണ്ട്, ഒരു ക്ഷീണവും ഇല്ലാണ്ട് എൻ്റെ കൂടെ അത്രയും ദൂരം നടന്നു കേട്ടോ. ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞ് സ്കൂളിലെ വിശേഷമൊക്കെ പറഞ്ഞാണ് നടന്നത്. അതുകൊണ്ട് കൊച്ചു വലിയ ക്ഷീണമൊന്നും അറിഞ്ഞില്ല. നോക്കിക്കേ എന്തൊരു ഭംഗിയാ, പക്ഷികൾ പറക്കുന്നതൊന്ന് സ്ലോ മോഷൻ ഇട്ടതാണേ. ഇങ്ങനെയുള്ള കാഴ്ചയൊക്കെ കണ്ട് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദൂരം കുറേ ഉണ്ടെങ്കിലും നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവാത്തത്. റോട്ടിൽ കൂടി, ഹൈവേ കൂടിയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ പൊടിയും പെട്രോളിൻ്റെ മണവും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നടന്ന് ഞങ്ങൾ ഇങ്ങേ അറ്റത്തെത്തി. അവിടെ ഒരു കുഞ്ഞു ചായക്കടയുണ്ട് കേട്ടോ. നല്ല ഒന്നാന്തരം പഴംപൊരിയും ബോണ്ടയൊക്കെ കിട്ടും, നല്ല സ്ട്രോങ് ചായയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ചേട്ടനൊരു ബോണ്ടയും വാങ്ങിച്ചു, ഞാനും കുഞ്ഞപ്പനും പഴംപൊരി വാങ്ങിച്ചു. നല്ല സൂപ്പർ പഴംപൊരി ആയിരുന്നു, ഇനി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചായ വരുന്നതിന് മുമ്പേ ഞാൻ കാലിയാക്കി. ചേട്ടനാണെങ്കിൽ ആ ബോണ്ട ഇങ്ങനെ ഇച്ചിരി മാത്രം കഴിച്ചിട്ട് ബാക്കി വെച്ചേക്കണം, നോക്കിക്കേ ചായ വരുമ്പോൾ കഴിക്കാനാണെന്ന്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് വരുന്ന വഴി ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ കയറിയതാണ്. അപ്പോൾ അയിലയുണ്ട്, ചാളയുണ്ട്, കുറേ മീനുണ്ട്. അപ്പോൾ ഞാൻ അയിലയും വാങ്ങിച്ചു, ചാളയും വാങ്ങിച്ചു, രണ്ടും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞ് പണിയായിരുന്നു ഗൈസ്. മീൻ വെട്ടാനുണ്ടായിരുന്നു, കറി വയ്ക്കാനും വറുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അതുകൊണ്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, അവന് വേണ്ടി മീൻ വേഗം വെട്ടി വേഗം കഴുകി വറുത്ത് അവന് ആദ്യം ചോറ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പകുതി ജോലി കഴിഞ്ഞു. തനിയെ കഴിക്കാൻ പറഞ്ഞാൽ കഴിച്ചോളും കേട്ടോ. പിന്നെ മീനായതുകൊണ്ട് മുള്ളൊക്കെ എങ്ങാനും തൊണ്ടയിൽ കുടുങ്ങിയാലോ എന്നൊക്കെ ഓർത്ത് എനിക്കൊരു ടെൻഷനാണ്. അതുകൊണ്ട് 2-3 ചാളയും വറുത്തു, അവന് വേണ്ടി ഒരു അയിലയും വറുത്തു. എന്നിട്ട് ഞാൻ അതെല്ലാം മുള്ളൊക്കെ മാറ്റി സൂക്ഷിച്ച് വാരി കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്, മുള്ള് തൊണ്ടയിൽ കുടുങ്ങുമെന്ന്. അത് കഴിഞ്ഞത് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് നല്ല ദിഗംബരിയായിട്ട് മുടിയും കെട്ടി വെച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. മീനൊക്കെ വെട്ടിയതല്ലേ. അങ്ങനെ ആശ്വാസമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. കുഞ്ഞപ്പനെയും മേല് കഴിച്ചു കേട്ടോ. ആദ്യം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഒരു പ്രാവശ്യം മേല് കഴിച്ചു, പിന്നെ ഒന്നുകൂടി മേല് കഴിച്ചു. എൻ്റെ കൂടെ നടന്ന് അവൻ വിയർത്ത് കുളിച്ചൊരു പരുവായി. പിന്നെ ഞാൻ മേല് മാത്രമേ കഴിയുള്ളൂ കേട്ടോ. രാത്രി ആയതുകൊണ്ട് തല നനച്ചില്ല. രാത്രി തല നനച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒരാഴ്ചത്തേക്ക് നോക്കണ്ട, നീരിറങ്ങി പെടൽ വേദന എടുത്ത് ഞാൻ പരുവാകും ഗൈസ്. അതുകൊണ്ട് മേല് മാത്രമേ ഞാൻ കഴിയുള്ളൂ. കുഞ്ഞപ്പനം കഴിച്ചു. അത് കഴിഞ്ഞ് എല്ലാം വിരിച്ച് സെറ്റാക്കി മുടിയൊക്കെ കെട്ടിവെച്ച് ഞങ്ങൾ കിടക്കാൻ പോവാണേ. കുഞ്ഞപ്പൻ്റെ പുന്നാരം കേട്ടില്ലേ, അങ്ങനെയാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വന്ന് എന്തെങ്കിലും പുന്നാരിച്ചുകൊണ്ടിരിക്കും. അവസാനത്തെ കിടപ്പ് നോക്കിക്കേ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവന് വീടുണ്ടാക്കി കളിക്കണം, പുതപ്പ് വെച്ച്. എല്ലാ ദിവസമുള്ള പണിയാണ് കേട്ടോ ഈ പുതപ്പ് വെച്ച് വീടുണ്ടാക്കി കളിച്ച് അവസാനം ഞാൻ ഒന്ന് ഉറങ്ങടാ, നമുക്ക് ഉറക്കം വന്നടാ അത് കയ്യും കാലും പിടിക്കുമ്പോഴാണ് അവനൊന്ന് ഉറങ്ങണത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാൻ. ബൈ, സീ യു.